നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ലഹരി മരുന്നുകൾക്ക് കർശന വിലക്കാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ നൽകിയിരിക്കുന്നത്. അത്തരത്തിൽ പിടിയിലാകുന്നവരെ കാത്തിരിക്കുന്നത് വലിയ ശിക്ഷ തന്നെയാണ്. ഇപ്പോഴത്തെ ലഹരി മരുന്നുമായി 3 മലയാളികളടക്കം 4 ഇന്ത്യക്കാർ റിയാദ് വിമാനത്താവളത്തിൽ പിടിയിലായിരിക്കുകയാണ്. ബംഗളൂരിൽ നിന്നെത്തിയ തമിഴ്നാട് സ്വദേശിയായ യാത്രക്കാരനും 3 മലയാളികളുമാണ് റിയാദ് പോലീസിന്റെ പിടിയിലായത്. ഡ്രൈ ഫ്രൂട്ട്സ് ആണെന്ന് പറഞ്ഞ് ബംഗളൂരിൽ നിന്ന് യാത്രക്കാരന്റെ അടുത്ത് ഏജന്റ് കൊടുത്തുവിട്ട പാക്കറ്റിലാണ് ലഹരി മരുന്ന് കണ്ടെത്തിയത്. നേരത്തെ അബഹയിൽ ജോലി ചെയ്തിരുന്ന തമിഴ്നാട് സ്വദേശി ഫൈനൽ എക്സിറ്റിൽ പോയി പുതിയ വിസയിൽ തിരിച്ചു വരുമ്പോഴാണ് ഏജന്റിന്റെ ചതിയിൽപ്പെട്ടത്. കഴിഞ്ഞ ആഴ്ചയായിരുന്നു സംഭവം നടന്നത്. ടിക്കറ്റും പാസ്പോർട്ടും ബംഗളൂരിലെ ഓഫീസിലാണ് ഉള്ളതെന്നും അവിടെ പോയി അത് വാങ്ങി റിയാദിലേക്ക് പോയാൽ മതിയെന്നും വിസ ഏജന്റ് ഇദ്ദേഹത്തോട് പറഞ്ഞു. തുടർന്ന് ഓഫീസിലെത്തിയ അദ്ദേഹത്തിന് ടിക്കറ്റും പാസ്പോർട്ടും നൽകിയപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് എന്ന പേരിൽ ഒരു പാക്കറ്റും നൽകിയിരുന്നു. ഡ്രൈ ഫ്രൂട്ട്സ് സ്വീകരിക്കാൻ റിയാദിൽ ആളെത്തുമെന്നും പറഞ്ഞു. റിയാദ് വിമാനത്താവളത്തിലെ കസ്റ്റംസ് പരിശോധനയിലാണ് ഇത് ലഹരി മരുന്നാണെന്ന് വ്യക്തമായത്. ഉടനെ തന്നെ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ ലഹരി മരുന്ന് സ്വീകരിക്കാനെത്തിയ പെരിന്തൽമണ്ണ സ്വദേശികളായ 3 പേരും പിടിയിലാകുകയായിരുന്നു. അതേസമയം തമിഴ്നാട് സ്വദേശിയെ ഏജന്റ് വഞ്ചിച്ചതാണെന്നും മോചിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് ഇദ്ദേഹത്തിന്റെ കുടുംബം മദ്രാസ് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.